भगवते वासुदेवाय ज्ञानाञ्जनशलाकया चक्षुर्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मायं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथां वितां तां सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पते गोपेश गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छकल्पतरूपस्य कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौरभक्तवृंद। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ഭാഗവതത്തിലെ കുറച്ച് ശ്ലോകങ്ങൾ നോക്കാം. അതിൽ നമുക്ക് ഒന്നാം ക്യാൻറ്റോ 6-ാം ചാപ്റ്റർ നാരദൻ കൃഷ്ണനെ കാണുന്നത് ആ ഒരു സന്ദർഭമാണ്. അതായത് നാരദൻ ഒരു ശൂദ്ര സ്ത്രീയുടെ മകനായിട്ട് ജനിക്കുകയും വേദാന്തം അറിയാവുന്ന ആൾക്കാരുമായിട്ട് ഇടപഴകാനുള്ള അവസരം കിട്ടി. എങ്ങനെ പുള്ളിക്കാരി ഈ ചതുർമാസ്യ സമയത്ത് വീട്ടിൽ വരുന്ന ആൾക്കാരെ സേവിക്കുമായിരുന്നു. അവിടെ അവർ പണ്ടത്തെ കാലത്ത് 4 മാസം ട്രാവൽ ചെയ്യത്തില്ല. അതുപോലെ ചെയ്യുമ്പം അവരുമായിട്ട് ഇടപഴകാൻ അവസരം കിട്ടി. അങ്ങനെ അവരുടെ നിന്ന് ഭഗവാനെ കുറിച്ച് കേൾക്കുകയും ഭഗവാനെ എങ്ങനെ പ്രാപിക്കണം എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ ഒടുവിൽ ടൈമിൻ്റെ അനുസരിച്ച് നാരദൻ്റെ അമ്മയെ ഒരു സർപ്പം വന്ന് കടിച്ച് മരിച്ചുപോയി. ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പലരും ഉണ്ട്, നല്ല ഭഗവാന്റെ ഭക്തരായിരിക്കും, പക്ഷേ പ്രിയപ്പെട്ട ആൾക്കാർ മരിക്കുമ്പോഴത്തേക്ക് ഉടനെ തന്നെ നാസ്തികരായി മാറും. പക്ഷേ നാരദൻ അങ്ങനെയല്ല ചെയ്തത്. നാരദന് ആകപ്പാടെ ഈ ലോകത്തുണ്ടായിരുന്ന ഒറ്റ ഒരു ആശ്രയം അമ്മയായിരുന്നു. ആ അമ്മ കൃഷ്ണൻ എടുത്തുകൊണ്ട് പോയി. അപ്പം നാരദൻ എന്താ പറഞ്ഞത്, എനിക്ക് ആകപ്പാടെ ഭഗവാനിൽ നിന്നും ഭിന്നമായിട്ട് ഒറ്റ ഒരു അട്രാക്ഷനേ ഉള്ളായിരുന്നു, അത് അമ്മയാണ്. ആ അമ്മയുടെ അടുത്തുള്ള അട്രാക്ഷൻ എൻ്റെ നിന്ന് എടുത്ത് കളഞ്ഞതോടുകൂടി എനിക്ക് 100% ഇപ്പം ഭഗവാനെ അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഇത്രയ്ക്ക് മെർസിഫുള്ളാണ് ഭഗവാൻ. അതുകൊണ്ട് ആ നിമിഷം തന്നെ പുള്ളിക്കാരൻ വീട് വിട്ടിറങ്ങി വനത്തിൽ പോയി. വേദാന്തവാദികൾ പറഞ്ഞ പോലെ അവര് ഉപദേശിച്ചതനുസരിച്ച് ഭഗവാനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. എങ്ങനെ? ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ഉച്ചരിച്ച് മനസ്സിൽ ഭഗവാന്റെ മറ്റുള്ളവർ ഭക്തന്മാർ വർണ്ണിച്ച രൂപം മനസ്സിൽ ഓർത്ത് എടുക്കാൻ നോക്കി. കുറെ കഴിഞ്ഞപ്പം ഭഗവാന്റെ അല്ല, നരദന്റെ മനസ്സിനുള്ളിൽ എന്ത് രൂപമാണോ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചിരുന്നത്, അതേ രൂപം പുള്ളിക്കാരൻ്റെ മനസ്സിൽ കാണാൻ പറ്റി. അത് കണ്ടതോടുകൂടി തന്നെ പുള്ളിക്കാരന് വളരെയധികം സന്തോഷമായി. ആ രൂപത്തെക്കുറിച്ച് പറയുന്നത്, ഭഗവാന്റെ രൂപത്തിൽ നമ്മൾ കാണുമ്പം എല്ലാ മെന്റൽ ഇൻകോഗ്രിറ്റീസ് എന്ന് പറയുന്നത്, അതായത് മെന്റലായിട്ടുള്ള എല്ലാ വിഷമതകളും ഇല്ലാതാകും. വളരെയധികം സന്തോഷവും. ധ്രുവമഹാരാജാവിൻ്റെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം സെപ്പറേറ്റഡ് ആയിട്ട് എൻലൈവൻഡ് ആവും, ശക്തിധര എന്നുള്ള ഒരു ഇത് തരും. അപ്പം ആ ആ ഒരു സിറ്റുവേഷനിൽ വളരെ ആനന്ദത്തോടെ നിന്ന സമയത്ത് തന്നെ ഒരു നിമിഷം കൊണ്ട് തന്നെ ആ ഭഗവാൻ അവിടെ നിന്ന് ഡിസപ്പിയർ ആവുകയും ചെയ്തു. അതോടുകൂടി എന്തോ ഒരു വിലപ്പെട്ട കാര്യം നമുക്ക് നഷ്ടപ്പെട്ട എത്രമാത്രം നമ്മൾ വിഷമിക്കാമോ, അതേപോലെ പുള്ളിക്കാരന് വിഷമമായി. അയ്യോ, ഞാൻ ഇത്രയും സന്തോഷത്തോടെ ഇന്ന് ഒരു നിമിഷം കൊണ്ട് അത് ഇല്ലാതായല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പുള്ളിക്കാരൻ വേദാന്തവാദികൾ പറഞ്ഞ പോലെ
വൺ ടു ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റെപ്സ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒരു ഫലവും ഇല്ല. പിന്നെ വിചാരിച്ചു, ഓക്കെ, ഞാൻ പിന്നെയും ചെയ്യുന്നത് അത് എൻ്റെ കഴിവുകേടായിരിക്കും, ഞാൻ ചെയ്തത് എന്തെങ്കിലും പറ്റിയാണ്. അതുകൊണ്ട് വീണ്ടും പുള്ളിക്കാരൻ അവർ 1 2 3 4 എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും സ്റ്റെപ്പ് എടുക്കാൻ തുടങ്ങി. പുള്ളിക്കാരനെ ആ നേരത്തെ കണ്ട ഭഗവാന്റെ രൂപം വീണ്ടും വീണ്ടും മനസ്സിൽ തന്നെ കാണണം. പക്ഷേ എന്തെല്ലാം രീതിയിൽ പുള്ളിക്കാരൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കിയിട്ടും ആ മനസ്സിൽ ആ രൂപം ധരിച്ചിട്ടും ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റുന്നില്ല. നേരത്തെ കിട്ടിയ അനുഭവം മാത്രം കിട്ടുന്നില്ല. ഇത് വീണ്ടും വീണ്ടും ചെയ്യുന്നത് കണ്ട് വിട്ടുകൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് എങ്ങനെയാണോ ദാമോദരന്റെ സമയത്ത് യശോദമായ ദാമോദരനെ ഓടിച്ചിട്ട് പിടിക്കുകയും അതേപോലെ തന്നെ ബന്ധിക്കാൻ നോക്കുമ്പോഴും വീണ്ടും വീണ്ടുമുള്ള പരിശ്രമം കണ്ടിട്ടാണ് കൃഷ്ണൻ വിട്ടുകൊടുക്കുന്നത്. അതേപോലെ ഇവിടെ നാരദന്റെ പരിശ്രമം കണ്ടപ്പം ഭഗവാൻ തന്നെ നാരദന്റെ അടുത്ത് പറഞ്ഞു, അല്ലയോ നാരദ, ഞാൻ നിന്റെ അടുത്ത് വ്യസനപൂർവ്വം അറിയിക്കുകയാണ്, നിനക്ക് എന്നെ ഈ ജീവിതത്തിൽ കാണാൻ പറ്റില്ല. ഒന്നാലോചിക്കുക, നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭജിക്കുകയാണ്, ആത്മാർത്ഥതയോടെ വീണ്ടും വീണ്ടും ഭജിക്കുകയാണ്, റിപ്പീറ്റഡ്ലി ഭജിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ വന്നിട്ട് പറയുക, അല്ലയോ സോ നിങ്ങൾ ഇത്രയെല്ലാം ചെയ്താലും ഈ ജന്മത്തിൽ നിങ്ങൾ എന്നെ കാണത്തില്ല എന്ന് പറയും. അങ്ങനെ ഒരു കാര്യം കൂടെ കേട്ട് കഴിഞ്ഞാൽ, ഭഗവാന്റെ നിന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം അമ്പലം പൂജവും എല്ലാം മടക്കി വെച്ചിട്ട് പിന്നെ എന്തായാലും ഈ ജീവിതത്തിൽ കാണാൻ പറ്റത്തില്ല, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ജീവിതം ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നുള്ള രീതിയിലാവും. ഒരു റെബൽ നേച്ചർ വരും. പക്ഷെ ഭഗവാൻ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് ആരുടെ ഭക്തിയുത സേവനമാണോ അവിപക്വമായിട്ടിരിക്കുന്നത്. അവിപക്വം എന്ന് പറഞ്ഞാൽ ഇമ്മേച്വർ എന്നാണ് അർത്ഥം. അതുപോലെ സംസ്കൃത ശ്ലോകത്തിൽ പറയുന്നത് കാഷയാനാം എന്നാണ് പറയുന്നത്. അതിനർത്ഥം എന്തെങ്കിലും ഒരു ഭൗതികമായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ ഭക്തിയുത സേവനം ചെയ്താലും എന്തെങ്കിലും ഒരു ഭൗതികമായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഭഗവാനെ കാണാൻ പറ്റില്ല. ഈ രണ്ട് ക്വാളിറ്റീസാണ്. അതായത് ദോസ് ഹു ആർ ഇൻകംപ്ലീറ്റ് ഇൻ സർവീസ് ആൻഡ് ഹു ആർ നോട്ട് കംപ്ലീറ്റ്ലി ഫ്രീഡ് ഫ്രം ഓൾ മെറ്റീരിയൽ തെയിൻസ് ക്യാൻ ഹാർഡ്ലി സീ മീ എന്നാണ്. ആരുടെയിലാണോ, ഇനിയിപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഭക്തിയുത സേവനം പ്രോപ്പർ ആണോ എന്ന് നോക്കുക, ഇൻകംപ്ലീറ്റ് ആണോ എന്നുള്ളത് നോക്കുക. അല്ലെങ്കിൽ രണ്ടാമത്തത്, നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഭക്തിയുത സേവനത്തിൽ എന്തെങ്കിലും ഒരു ഭൗതികമായിട്ടുള്ള ആഗ്രഹമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ചിലപ്പം സ്ഥാനത്തിനായിരിക്കാം, മാനത്തിനായിരിക്കാം, പേരിനായിരിക്കാം, പ്രശസ്തിക്കായിരിക്കാം, ഫോളോവേഴ്സിനായിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഭൗതികമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഭഗവാനെ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഇത് 1:6:21 പറയുന്നതാണ്. ഇത് കേട്ട് നാരദൻ എൻ്റെ അടുത്ത് ഭഗവാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. അതായത്, അല്ലയോ നാരദ, വിഷമിക്കണ്ട, ഞാൻ എന്തിനാണ് നിന്നെ കാണിച്ചതെന്ന്, ഞാൻ എന്നെ പ്രകടമാക്കിയതെന്ന് നീ പിന്നെ വിചാരിക്കും. അപ്പോൾ അതിനെ ഭഗവാൻ പറയുന്നത്, ഇത് ഞാൻ കാണിച്ച് ഒരു ഗ്ലിംസ് പോലെ എൻ്റെ രൂപം കാണിച്ചത് നിനക്ക് എൻ്റെ അടുത്തുള്ള ആ ആഗ്രഹം, ആ പ്രീതി അല്ലെങ്കിൽ ഭക്തി, അടുക്കണം എന്നുള്ള സാമീപ്യത്തിനുള്ള ആ വാഞ്ച, ഇത് അതിതീവ്രേനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ തന്നെ ദർശനം തന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഭഗവാൻ പറയുന്നത്, ദി മോർ യു ഹാങ്കർ ഫോർ മീ, ദി മോർ യു വിൽ ബി ഫ്രീഡ് ഫ്രം ഓൾ മെറ്റീരിയൽ ഡിസയേഴ്സ് എന്നാണ്. അതായത് നമ്മൾ ഭഗവാന്റെ അടുത്ത് നമുക്ക് ഭഗവാനെ കാണണം, ഭഗവാനെ പ്രീതിപ്പെടുത്തണം എന്നുള്ളൊരു വാഞ്ച നമ്മുടെ കയ്യിൽ എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം നമ്മൾ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും ഭൗതികമായിട്ടുള്ള വാഞ്ചകളും കുറയും. അതിനുള്ള വഴിയാണ് ഭഗവാനും പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ ജീവിതത്തിൽ ഭഗവാനെ കാണണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് ചെയ്യേണ്ട വഴി എന്താണെന്ന്, അല്ലെ ചെയ്യേണ്ടത് എന്താണെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ കുറയ്ക്കുക എന്നുള്ളത്. ഇത്
അത് കഴിഞ്ഞിട്ട് ഭഗവാൻ പറയണത് ഭക്തന്മാരെ സേവിക്കുന്നത് വഴി സ്ഥിരമായിട്ടും ഉള്ള ഇൻ്റലിജൻസ് കിട്ടും. ആരിൽ എവിടെ സ്ഥിരമായിട്ടുള്ളത്? ഭഗവാന് സ്ഥിരമായിട്ടുള്ള ഇൻ്റലിജൻസ് കിട്ടും. അങ്ങനെ ഒരു ഭക്തന്മാരെ സേവിക്കുന്നത് വഴി അയാളും ഒരു ഭക്തനാവുകയും ഈ ഭൗതികമായിട്ടുള്ള അശാശ്വതമായിട്ടുള്ള വിഷമം തരുന്നതായിട്ടുള്ള ഈ ഭൗതിക ലോകത്തെ വെടിഞ്ഞ് പുള്ളിക്കാരന് എൻ്റെ അടുത്ത് എത്താൻ പറ്റുന്നു. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാലും സാന്ത്വനിപ്പിച്ചുകൊണ്ട് എങ്ങനെ കാണാൻ പറ്റുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇനി ഈ കൽപ്പത്തിൻ്റെ അവസാനത്തുള്ള പ്രളയം കഴിയുമ്പം നീ വീണ്ടും എൻ്റെ അടുത്തോട്ട് വരും, എൻ്റെ നിസ്സന്ധത സഹചാരി അല്ലെങ്കിൽ ശാശ്വതമായിട്ട് എൻ്റെ സമീപത്ത് തന്നെ നിൽക്കുകയും ചെയ്യും എന്നുള്ള വരം കൊടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാരദൻ എന്ത് ചെയ്തു എന്നുള്ളതിന് 1:6:25 ശ്ലോകം. അപ്പം എല്ലാവർക്കും 1:6:25 ശ്ലോകം എടുക്കാം, ഒന്ന് വായിക്കാം നമുക്ക്. 1:6:25 ഏതാവതുക്തോ ഉപരരാമ തന്മഹ ഏതാവതുക്തോ ഉപരരാമ തന്മഹ ഭൂതം നഭോലിംഗമലിംഗമീശ്വരം ഭൂതം നഭോലിംഗം അലിംഗം ഈശ്വരം അഹം ച തസ്മൈ മഹതാം മഹീയസേ അഹം ച തസ്മൈ മഹതാം മഹീയസേ ശീർഷ്ണാവനാമം വിദധേ അനുകമ്പിത ശീർഷ്ണാവനാമം വിദധേ അനുകമ്പിത. അതിന് അതിൻ്റെ സിനോണിംസ് ഒന്ന് വായിക്കാമോ മലയാളത്തിൽ? വിവർത്തനമാണ് പ്രഭു. വേർഡ് ടു വേർഡ്. വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏതാവത് അപ്രകാരം ഉക്ത്വ അരുളി ചെയ്ത ശേഷം ഉപരരാമ പര്യവസാനിച്ചു. തത് അത് മഹത്തായ ഭൂതം അതിശയകരമായ നഫാം ലിംഗം ശബ്ദരൂപം പൂണ്ട അലിംഗം നേത്രങ്ങൾക്ക് അദൃശ്യമായ ഈശ്വരൻ പ്രമാണികൻ ഈശ്വരൻ അഹം ഞാൻ ച തസ്മൈ അവിടുത്തേക്ക് മഹതാം ശ്രേഷ്ഠനായ മഹീയസേ മാഹനീയമായവന് ശിരസ അവനാമം പ്രണാമങ്ങൾ വിദധേ നിറവേറ്റി അനുകമ്പിത ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ടു. ഹരേ കൃഷ്ണ. Translation and purport by His Divine Grace A.C. Bhaktivedanta Swami Srila Prabhupada ki jai. വിവർത്തനം മാതാജി വായിക്കാൻ പറ്റുമോ? വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. അനന്തര ശബ്ദരൂപം പൂണ്ടവനും നേത്രങ്ങൾക്ക് അഗോചരനും എന്നാൽ സർവാതിശയനുമായ ആ പരമാധികാരി സംസാരം പര്യവസാനിപ്പിച്ചു. കൃതജ്ഞത തോന്നിയ ഞാൻ ശിരസ് വണങ്ങി ഭഗവാനെ പ്രണമിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇതിന്റെ പർപ്പോട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇത് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലൊന്ന് വായിക്കാം, കാരണം അതിന്റെ പവർ ഇമ്പാക്റ്റ് ആക്ച്വലി ഇംഗ്ലീഷിലാണ് ഉള്ളത്. ദെൻ ദാറ്റ് സുപ്രീം അതോറിറ്റി. എന്ത് സുപ്രീം അതോറിറ്റിയാണ്? പെർസോണിഫൈഡ് ബൈ സൗണ്ട്, അതായത് കാണാൻ പറ്റുന്നില്ല, പെർസോണിഫൈഡ് ബൈ സൗണ്ട് ആണ്, സൗണ്ട് കേട്ടതേ ഉള്ളൂ. ആൻഡ് അൺസീൻ ബൈ ഐസ്. പക്ഷേ ഇത് രണ്ട് ക്വാളിറ്റീസ് ആണ്. അതായത് കണ്ണുകൊണ്ട് ഇഷ്ടഗോചരമല്ല, ശബ്ദം കൊണ്ട് മാത്രം കേൾക്കാൻ പറ്റുന്നത്. ബട്ട് മോസ്റ്റ് വണ്ടർഫുൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഭഗവാന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വളരെയധികം സന്തോഷം വരും. അതാണ് ബട്ട് മോസ്റ്റ് വണ്ടർഫുൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ഒരു വ്യക്തി ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈയിടയ്ക്ക് ഒരു പ്രഹ്ലാദ് എന്ന് പറഞ്ഞൊരു ഭക്തപ്രഹ്ലാദ്, നരസിംഹദേവ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു, കാർട്ടൂണാണ്. പക്ഷെ അതിൽ ഭഗവാൻ വിഷ്ണുവിന് ശബ്ദം കൊടുത്ത ആള് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭഗവാൻ
ഇത്രയും ആ ഒരു സൗണ്ട് അവിടെ കേൾക്കുമ്പോൾ, ഇത്രയും രാക്ഷസന്മാരായിട്ടുള്ള സൗണ്ടെല്ലാം കേട്ടതിന് ശേഷം പ്രഹ്ലാദാണ് സംസാരിക്കുന്നത്. ആ ഹിന്ദിയിൽ സംസാരിക്കുന്ന ഡയലോഗ് കേൾക്കുമ്പോൾ അത് ഞാൻ ഹിന്ദിയിലേ കേട്ടിട്ടുള്ളൂ. അത് എത്ര ഹേർട്ട് ടച്ചിങ് ആണ് നമുക്ക് തോന്നില്ല. ഒരുമാതിരി ബാസില് ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. അപ്പം ഒരു വ്യക്തിയാണ് അത്, മനുഷ്യനാണ് അതിന് സൗണ്ട് കൊടുത്തേക്കുന്നത്. അപ്പം ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഭഗവാന്റെ രീതിയിൽ പുള്ളിക്കാരൻ സംസാരിക്കാൻ നോക്കിയത് തന്നെ നമുക്ക് കാണുമ്പോൾ എത്ര മനസ്സിന് സന്തോഷം തോന്നും. അപ്പോൾ ശരിക്കുള്ള ഭഗവാന്റെ സൗണ്ട് കേൾക്കുമ്പോൾ എങ്ങനെയിരിക്കും, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പേഴ്സോണിഫൈഡ് ബൈ സൗണ്ട് ആൻഡ് അൺസീൻ ബൈ ഐസ് ബട്ട് മോസ്റ്റ് വണ്ടർഫുൾ. സ്റ്റോപ്പ് സ്പീക്കിംഗ്. സംസാരം നിർത്തി. അപ്പൊ സംസാരം നിർത്തിയപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, നാരദൻ എന്ത് ചെയ്തു? ഫീലിംഗ് എ സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഐ ഒഫേർഡ് മൈ ഒബേസൻസസ് അൺ ടു ഹിം. എങ്ങനെ? ബോയിങ് മൈ ഹൗട്ട്. എവിടുന്നാണോ സൗണ്ട് വന്നത് അങ്ങോട്ട് ഭഗവാന്റെ അവിടെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ തല കുനിച്ച് നമിച്ചു. അപ്പൊ എന്തിനെയാണ് നമിക്കുന്നത്? എവിടുന്നാണോ സൗണ്ട് വന്നത് ആ സൗണ്ടിനെ ആണ് നമിക്കുന്നത് ആക്ച്വലി. ഇപ്പൊ പർപ്പോട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പർപ്പോട്ടാണിത്. ആ പടം മൂന്നാല് സെന്റൻസേ ഉള്ളൂ. മതജി അതൊന്ന് വായിക്കാമോ മലയാളത്തിൽ, എല്ലാവർക്കും മനസ്സിലാവാത്ത രീതിയിൽ? ഭാവാർത്ഥമാണോ? ആ, ഭാവാർത്ഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാവാർത്ഥം ശ്രീല പ്രഭാത് ഖീജയി. പരമപുരുഷ ഭഗവാനെ ദർശിക്കുവാൻ സാധിച്ചില്ല, ശപിക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നതിൽ യാതൊരു വ്യത്യാസവുമില്ല. ഭഗവാൻ അവിടുത്തെ നിശ്വാസത്താൽ 4 വേദങ്ങളെയും സൃഷ്ടിച്ചു. വേദങ്ങളുടെ അതീന്ദ്രിയ ശബ്ദത്തിലൂടെ ഭഗവാനെ ദർശിക്കുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യപ്പെടുന്നു. അതുപോലെ ഭഗവത്ഗീത ഭഗവാന്റെ ശബ്ദ പ്രതിരൂപമാണ്. സാക്ഷാൽ ഭഗവാനും ഭഗവത്ഗീതയും തമ്മിൽ ഭേദമില്ല. നിഗമനം എന്തെന്നാൽ തുടർച്ചയായ അതീന്ദ്രിയ ശബ്ദോച്ചാരണത്താൽ ഭഗവാനെ ദർശിക്കുവാനും ശ്രവിക്കുവാനും കഴിയും. ഹരേ കൃഷ്ണ. ഹരേ. വളരെ ചെറുതാണെങ്കിലും ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് പറയുന്നത് എന്താണ്? സൗണ്ട്, ഭഗവാന്റെ സൗണ്ട് എവിടുന്ന് വന്നോ അവിടെ ഭഗവാനെ ദർശിച്ച് അല്ലെങ്കിൽ ഭഗവാൻ ഉണ്ടെന്ന് സങ്കല്പിച്ച് നാരദൻ നമിച്ചതു. അപ്പം ഭഗവാന്റെ സൗണ്ടും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. അത് നാരദൻ പറഞ്ഞു തരികയാണ് ഇവിടെ. ഇതേപോലെ തന്നെ പ്രഭുപാദർ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഭഗവാന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത, ഭഗവാന്റെ ഗീത. ഭഗവാന്റെ ഗീതയും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്നാണ്. ഭഗവാന്റെ ഗീതയും ഭഗവത്ഗീതയും ഭാഗവതവും ഭഗവാനെ കുറിച്ച് പറയുന്ന കഥകളും അതിനെ ഭഗവാനെക്കുറിച്ച് ശ്രവിക്കുന്നതും ഇതിലും ഭഗവാനെ കേൾക്കുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവും. അതായത് ഭഗവാനെക്കുറിച്ച് ഭക്തന്മാർ സംസാരിക്കുന്നത് ശ്രവിക്കുന്നതും ഭഗവാനെ ശ്രവിക്കുന്നതിനും തുല്യമാണെന്നാണ്. ഇതാണ് നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. വേറെ ഒരു മതത്തിലും ഇതുപോലെ ഒരു ഇത്രയും സുന്ദരമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ഭഗവാന്റെ സന്ദേശം ഭഗവാനുമായിട്ട് ഭിന്നമല്ലെന്നും, ഭഗവാന്റെ സൗണ്ടും ഭഗവാന്റെ കുറിച്ച് സംസാരിക്കുന്നതും ഭഗവാനെ കുറിച്ച് ഭക്തന്മാർ സംസാരിക്കുന്നതും ഭഗവാന്റെ കഥകളും ഭഗവാന്റെ വർണ്ണനകളും അത് ഭഗവാനിൽ നിന്നും ഭേദമല്ലെന്നുള്ളതാണ് നമുക്ക് ഇവിടെ പ്രഭുപാദർ നമ്മുടെ മനസ്സിൽ അടിയുറച്ച് പറയിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ പറയുന്നുണ്ട്, ദിസ് ഭഗവത്ഗീത ഈസ് എ സൗണ്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ലോഡ് ആൻഡ് ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ ഐഡന്റിറ്റി. The conclusion is that, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കൺക്ലൂഷൻ ഈസ് ദാറ്റ് ദി ലോഡ് ക്യാൻ ബി സീൻ ആൻഡ് ഹേർഡ് ബൈ പെർസിസ്റ്റന്റ് ചാൻഡിങ് ഓഫ് ദി ട്രാൻസെൻഡന്റൽ സൗണ്ട്. എന്താണ്? ഭഗവാനെ കാണണം. എല്ലാവരും പറയും ഭഗവാനെ കാണണം, എനിക്ക് ഭഗവാനെ കാണാൻ കൊതിയാണെന്ന് പറയും. പക്ഷെ ഭഗവാനെ കാണാനുള്ള വഴി കണ്ണിലൂടെ അല്ല, ചെവിയിലൂടെയാണ്. എങ്ങനെ? The conclusion is that Lord can be seen and heard by persistent chanting of the transcendental sound. എന്ത് സൗണ്ട് ആയിരിക്കും ഇവിടെ പ്രഭുപാദർ ഉദ്ദേശിച്ചത്? ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ? ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ. അതെ, കറക്റ്റ്. അപ്പൊ ആ ഭഗവാന്റെ മന്ത്രം അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത് ഒരിക്കലും മെറ്റീരിയൽ അല്ല. അത് ഒരിക്കലും എന്താ പറയണേ, എന്തെങ്കിലും സാധനത്തിന് എന്തെങ്കിലും ഒരു
കാര്യം കിട്ടാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഭഗവാന്റെ മന്ത്രം ചെയ്യേണ്ട ഹരേ കൃഷ്ണ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഈ മന്ത്രം നമ്മൾ ജപിക്കുമ്പം ജസ്റ്റ് ഹരേ കൃഷ്ണ റാം എന്നുള്ള പേരുകളിൽ ഉദ്ദേശിച്ച് ഫോക്കസ് ചെയ്താൽ മാത്രം മതി. പക്ഷെ അത് ചെയ്യുമ്പോൾ നമുക്ക് ഭഗവാന്റെ ദർശനം സാധ്യമാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഭഗവാന്റെ എന്താ പറയണേ, സോറി, ഇപ്പം ഭഗവാനെ കാണുന്നത് നമുക്ക് എപ്പോഴും ഒരു ചലഞ്ചാണ്. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഭഗവാനെ കാണാറുണ്ടോ, നിങ്ങളെല്ലാം ഭഗവാനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഈ ഭഗവാനെ കാണുന്നതിനുള്ള വഴി ബ്രഹ്മസംഹിതയിലും പറയുന്നുണ്ട്. എങ്ങനെയാണ്? ചെവിയിലൂടെയൊക്കെയാണ് കാണുന്നത്, അല്ലാതെ ആ, കണ്ണിലൂടെ അല്ല. അതിനെന്താണ്? പ്രേമാഞ്ജന ചുരിതം, പ്രേമമാകുന്ന അഞ്ജനം എഴുതുന്ന കണ്ണ് വേണം. പിന്നെ ഭക്തി വിലോചനേന, ഭക്തി ആകുന്ന അഞ്ജനമായ പ്രേമത്താൽ എഴുതപ്പെടണം. അത് കണ്ണിലൂടെ കാണുന്നത് മാത്രമല്ല, അഞ്ജനം കണ്ണിലാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സ്പിരിച്വൽ കാര്യത്തിൽ ശ്രവണം കീർത്തനം സ്മരണം എന്ന് പറയുന്നത് പോലെ ശ്രവണത്തിലൂടെയാണ് ഭഗവാനെ കാണാൻ പറ്റുന്നത്. അതിന് ഭഗവത്ഗീത, ഭാഗവതം, സത്സംഗം ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് നാരദൻ ഇവിടെ പ്രാക്ടിക്കലി കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് അടുത്തത് ഭഗവാൻ നാരദൻ പറയുന്നുണ്ട്, ഇനി അങ്ങനെ ഞാൻ ഭഗവാന്റെ നാമം ജപിക്കാൻ തുടങ്ങുകയും ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ ഉള്ള റൂൾസും റെഗുലേഷൻസും ഒന്നും തന്നെ ഫോളോ ചെയ്യാതെ ഞാൻ ചെയ്തു എന്നുള്ളത്. അതായത് ഒരു റൂൾസും ഭഗവാന്റെ നാമത്തിന് ഇല്ല എന്നുള്ളത് ചൈതന്യ മഹാപ്രഭു ശിക്ഷാഷ്ടത്തിൽ പറയുന്നുണ്ട്. ഇവിടെ നാരദനും പറയുന്നുണ്ട്, ഞാൻ നാമം ജപിക്കാൻ തുടങ്ങി, അതുപോലെ തന്നെ ഭഗവാനെക്കുറിച്ച് പ്രകീർത്തിക്കാനും തുടങ്ങി. പക്ഷെ ഇതിൽ ഞാൻ വേറെ റൂൾസ് ഒന്നും നോക്കിയില്ല. അങ്ങനെ ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവാന്റെ സ്മരണ നിത്യേന ചെയ്യുന്നത് വഴി ഭഗവാന്റെ പാസ്റ്റ് ടൈംസ് റിമെമ്പർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ ഈ ലോകം കംപ്ലീറ്റ് സഞ്ചരിക്കുകയും ഒടുവിൽ പ്രളയത്തിൻ്റെ സമയമാകുമ്പോൾ ഞാൻ അടുത്ത പ്രളയം കഴിഞ്ഞ് സൃഷ്ടി വന്നപ്പോൾ ഞാൻ നാരദനായിട്ട്, ബ്രഹ്മാവിൻ്റെ മകനായിട്ട് നാരദനായിട്ട് ജനിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പം ഇതേപോലെ ഇത് നമുക്ക് വളരെ അധികം പ്രോത്സാഹനം തരുന്ന ഒരു കഥയാണ് നാരദൻ്റെ എന്ന് പറയുന്നത്. കാരണം നാരദൻ ഒരു എന്താ പറയണ ശൂദ്രൻ സ്ത്രീയുടെ മകനായിട്ട് ജനിച്ചിട്ടും ഭഗവാന്റെ അടുത്ത് ഉള്ള താല്പര്യം കാരണം, ഭഗവാന്റെ അടുത്ത് ഭക്തവേദാന്തിസ്റ്റ് പറഞ്ഞതുപോലെ ഗുരു ശിഷ്യന്മാർ പരമ്പരയിൽ വരുന്ന വേദാന്തസ്റ്റ് പറയുന്നത് പോലെ ചെയ്യുകയും അത് ചെയ്തതിന് ശേഷം ഭഗവാനെ ഒരു നിമിഷം കാണാൻ പറ്റി. ഇതുപോലെ നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ എന്ന് പറഞ്ഞ് ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നിമിഷം എങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ജപിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഭഗവാന്റെ ഒരു ഗ്ലിംസ് നമുക്ക് തരും. അപ്പോൾ നമുക്ക് എന്തെന്നറിയാത്ത ഒരു കരച്ചിൽ, പക്ഷെ നമുക്ക് വിഷമം ഉണ്ടായിട്ട് കരയുന്നില്ല, അത് സന്തോഷത്താൽ കരയുകയാണ്. ഒരുമാതിരി ഒരു ആനന്ദ അനുഭൂതിയും നമ്മൾ മിക്കവാറും അത് എക്സ്പീരിയൻസ് ചെയ്യും. അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം ചാൻറ്റ് ചെയ്യാനിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഞാനിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തല്ലോ, എനിക്ക് ഒന്നുകൂടെ ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ എത്ര നമ്മൾ ചെയ്താലും കിട്ടത്തുമില്ല. ഈ നാരദനെ പോലെ തന്നെയായിരിക്കും. കാരണം ഇവിടെ നാരദൻ്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞതുപോലെ നമുക്കും തരുന്നതാണ് ഒരു ലഡ്ഡു തന്നിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെ, കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് നമ്മുടെ ജീവാത്മാവിന് തരുന്ന ഒരു ലഡ്ഡുവാണ് ആ ഒരു നിമിഷത്തെ സന്തോഷം, ഒരു നിമിഷത്തെ ഭഗവത് സാന്നിധ്യം. ആ ഭഗവത് സാന്നിധ്യം കിട്ടുമ്പം ഒരു നന്നാവേണ്ട ജീവാത്മാവാണെങ്കിൽ പറയും, എനിക്കത് ഇഷ്ടപ്പെട്ടു, എനിക്കത് വേണം, ഇനിയും വേണം എന്നുള്ള ആകാംക്ഷ വർദ്ധിക്കും. ആ വർദ്ധിക്കുന്നത് അനുസരിച്ച് നമുക്ക് ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങൾ കുറയും. ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങൾ കുറയുന്നതനുസരിച്ച് നമുക്ക് ഭഗവാന്റെ അടുത്തുള്ള താല്പര്യം കൂടുകയും ഭഗവത് ധാമത്തിലോട്ട് തിരിച്ചു പോകാൻ പറ്റുകയും ചെയ്യും. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ് ഭാഗവതം, ഭഗവത്ഗീത ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ നമുക്ക് തന്നേക്കുന്നത്. അപ്പം ഈ സമയത്ത് നമ്മളിപ്പം ഇവിടെ ഏതാവതുക്തോ ഉപരാമ തന്മഹത് ഭൂതം നഭോലിംഗം അലിംഗമീശ്വരം എന്നുള്ളത്, ആ ഭൂതം എന്ന് വെച്ചാൽ പ്രസൻ്റാണ്. പക്ഷെ എങ്ങനെയാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്? നഭോലിംഗം എന്നാണ് പറഞ്ഞേക്കുന്നത്. നഭോലിംഗം എന്ന് വെച്ചാൽ നഭസ് എന്ന് പറഞ്ഞാൽ സൗണ്ട്, ലിംഗം എന്ന് വെച്ചാൽ ഫോം.
സൗണ്ട് ആകുന്ന ഫോമിൽ വരികയും പക്ഷെ അലിംഗമായിട്ടുള്ളതും ദർശനഹേതു അല്ലാത്തതുമായിട്ടുള്ള ഭഗവാനെ ഞാൻ നമിച്ചു. എങ്ങനെ? അഹം ച തസ്മൈ മഹതാ മഹീയസേ ശീഷ്ണാവനാമം വിധതേ അനുകമ്പിത. അപ്പം നമ്മളെപ്പം ഭഗവാന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ, അതായത് ഭഗവത്ഗീത കേൾക്കുന്നുണ്ടോ, നമുക്ക് ഭഗവാനെയാണ് നമ്മൾ കാണുന്നത്, ദർശിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരണം, അല്ലെങ്കിൽ ഒരു സ്മരണ വരണം, ഭഗവാന്റെ സ്മരണ. അതേപോലെ ഭാഗവതത്തിൽ ഭഗവാന്റെ മഹിമയെക്കുറിച്ച് കേൾക്കുമ്പോഴും ഭഗവാനെക്കുറിച്ച് ഭക്തന്മാർ പ്രതിപാദിക്കുമ്പോഴും നമ്മൾ ആ സമയത്തും നമുക്ക് ഭഗവാന്റെ ദർശനം കിട്ടണം എന്നുള്ള ഒരു, അല്ലെങ്കിൽ ഭഗവാന്റെ ദർശനം കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ ഒരു ആ, ശരി, ഭഗവാന്റെ ദർശനം തന്നെയാണ് കിട്ടുന്നത് എന്നുള്ള ഒരു ബോധം നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്നും നമുക്ക് ഉണ്ടാകേണ്ടതാണ്. കാരണം ഇവിടെ തീർച്ചയായിട്ടും പറയുന്നുണ്ട് പെർസോണിഫൈഡ് ബൈ സൗണ്ട് ആൻഡ് അൺസീൻ ബൈ ഐസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോപ്പർട്ടി. അത് അദ്ദേഹം സംസാരം നിർത്തിയപ്പോഴും ഭഗവാൻ സംസാരിച്ചല്ലോ, എൻ്റെ അടുത്ത് ദർശനം തന്നല്ലോ എന്നുള്ളൊരു സ്മരണയാണ് പുള്ളിക്കാരനുണ്ടായിരുന്നത്. ഈ ഒരു സ്മരണയാണ് നമുക്ക് ആക്ച്വലി ഇവിടെ ഈ ഭൗതിക ലോകത്ത് ജീവിക്കാനുള്ള ഇംപെറ്റസ് എന്ന് വെച്ചാൽ പ്രചാരണ നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്ന സാധനം തന്നെ ഇത് തന്നെയായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും പുനരധി ജനനം പുനരധി മരണം ആ ചക്രത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഹരേ കൃഷ്ണ. ഞാൻ കൂടുതൽ സമയം എടുത്തു. ഹരേ കൃഷ്ണ പ്രഭു, കൂടുതൽ സമയമായോ പ്രഭു? ഹരേ കൃഷ്ണ. ഇത്രയും നേരം പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഡൗട്ടായിട്ട്. പെട്ടെന്നാണ് പ്രഭുജി ഇത് സെറ്റ് ചെയ്ത് തന്നത്, വലിയൊരു ഉപകാരം. ഹരേ താങ്ക് യു പ്രഭു. കൂടുതൽ സമയമായില്ലല്ലോ പ്രഭു? ഇല്ല, സമയമായിട്ടില്ല, ഓക്കെ. ഇനിയുണ്ട്, അരമണിക്കൂറോളം ഉണ്ട്. അരമണിക്കൂറുണ്ടോ ഇനി? ആ, അപ്പം ഞാൻ ഓക്കെ എല്ലാവർക്കും വീണ്ടും കണ്ടിന്യൂ. ഹരേ കൃഷ്ണ. കണ്ടിന്യൂ ആയിട്ട് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ. ഞാൻ സമയം തീർന്നു പോയി എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭഗവാൻ തന്ന ഇൻസ്ട്രക്ഷൻസ് കുറച്ചുകൂടെയും ഒന്ന് സ്ട്രോങ് ആയിട്ട് നമുക്ക് വായിക്കാം. അല്ല, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഫസ്റ്റ് ഓഫ് ഓൾ എന്തെങ്കിലും പോയിന്റ്സ് പറയാനുണ്ടോ ഇനി ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ. ഇല്ല, ഡൗട്ടൊന്നും ഇല്ല, ക്ലിയർ. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ ഹരേ കൃഷ്ണ പ്രഭു. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി പറയൂ. ഈ ഭഗവത്ഗീതയിലെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഭഗവത്ഗീത ഭഗവാൻ ഭാഗവതം സ്വയം ഭഗവാനാണ് അല്ലേ? ഓക്കെ, മാതാജി ഫസ്റ്റ് ഡിഫറൻസ് എന്താന്ന് പറയാം. ഓക്കെ, ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവാന്റെ ഗീത, ഭഗവാൻ പറയുന്ന വാക്കുകളാണ്. ഓക്കെ, ഭാഗവതം എന്ന് വെച്ചാൽ ഭാഗവതം ഭഗവതിനെ കുറിച്ച് ഭക്തന്മാർ പറയുന്നതാണ്, ഭഗവാന്റെ ലീലയെക്കുറിച്ച് പറയുന്നതാണ്. ഓക്കെ, ഇനി ഭാഗവതം എന്ന് പറയുന്നത് കലിയുഗത്തിലെ ഭഗവാൻ സ്വധാമത്തിൽ പോയ ഉപഗതേ സ്വധാമ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്ന പോലെ ഭഗവാൻ സ്വധാമത്തിൽ ഉപഗതനാകുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന മന്ത്രങ്ങളുടെ കഴിവുകളും മന്ത്രങ്ങളുടെ ശക്തിയും യാഗത്തിൻ്റെ ശക്തിയും തന്ത്രത്തിൻ്റെ ശക്തിയും ഇതെല്ലാം ഭഗവാൻ സ്വധാമത്തിലോട്ട് കൊണ്ടുപോയി. കാരണം ഇനി അതിവിടെ ഇരുന്നിട്ട് കാര്യമില്ല, കലിയുഗമാണ് വരുന്നത്. അതുകൊണ്ട് അപ്പം അവിടെ അങ്ങനെ പോകുമ്പം എന്താണ് വിട്ടിട്ട് പോയതെന്ന് ചോദിച്ചാൽ സ്വന്തമായിട്ടുള്ള ഭഗവാന്റെ ബുക്ക് റെപ്രസെൻറ്റേഷൻ ആയിട്ടുള്ള ഭാഗവതത്തെ ഇവിടെ വെച്ചിട്ട് പോയി. എങ്ങനെയാണോ ഗംഗ ഭഗവാന്റെ ലിക്വിഡായിട്ടുള്ള വെള്ളത്തിലുള്ള റെപ്രസെൻറ്റേഷൻ ആവുന്നത്, എങ്ങനെയാണോ ഭഗവാന്റെ കല്ലിലുള്ള റെപ്രസെൻറ്റേഷൻ ശാലിഗ്രാം ആവുന്നത്, എങ്ങനെയാണോ ഭഗവാന്റെ ചെടിയിലുള്ള റെപ്രസെൻറ്റേഷൻ തുളസിദേവി ആവുന്നത്, അതേപോലെ ഭഗവാന്റെ ബുക്കിലുള്ള റെപ്രസെൻറ്റേഷനാണ് ശ്രീമദ് ഭാഗവതം. അങ്ങനെയാണ് ഭാഗവതവും ഭഗവാനും തമ്മിൽ സെയിം ആണെന്ന് പറയുന്നത്. ഭാഗവത പ്രിയനാണ് ഭഗവാൻ. ഭാഗവതവും ഭഗവാനും തമ്മിൽ യാതൊരു ഭിന്നമില്ല എന്ന് ഭേദമില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ്. അതേപോലെ ഇന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ഭഗവാന്റെ സൗണ്ട് റെപ്രസെൻറ്റേഷനും ഭഗവാനും തമ്മിൽ ഭേദമില്ല എന്ന് നാരദൻ സ്ഥാപിച്ചതുപോലെ
ഭഗവത്ഗീതയും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. ഭഗവാന്റെ കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗവതവും ഭഗവാനും തമ്മിലും വ്യത്യാസമില്ല. ആയാലും ഭഗവാൻ തന്നെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഈ ഹരേ. ഭാഗവതം പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെന്ന് പറയുന്നു പ്രഭു. അതാണോ ഭഗവത്ഗീതയാണോ പോസ്റ്റ് ഗ്രാജുവേഷൻ വരുന്നത്? ഓക്കെ, അങ്ങനെ പറയുന്നതിൽ ഈ സിനോണിംസ് ചെയ്യുന്നതിൽ ഉപമ കൊടുക്കുന്നതിൽ ഭഗവത്ഗീത 10ാം ക്ലാസ്സും ഭാഗവതം ഡിഗ്രിയും ചൈതന്യ ചരിതാമൃതം പോസ്റ്റ് ഗ്രാജുവേഷനുമാണ്. കാരണം ഭഗവത്ഗീത എടുക്കുകയാണെങ്കിൽ 700 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഭഗവാനെക്കുറിച്ചും നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ വർണ്ണനയും വരണമെങ്കിൽ അതിന് നമ്മൾക്ക് ഭാവാർത്ഥത്തിലോട്ട് പോയി അതിന് എല്ലാ എന്താ പറയണേ ആചാര്യന്മാർ എക്സ്പ്ലെയിൻ ചെയ്തു തരണം. പക്ഷെ ഭാഗവതത്തിൽ പോയാൽ നമുക്ക് ഈ ഭഗവത്ഗീതയെ പറഞ്ഞേക്കുന്ന പോയിന്റ്സിൻ്റെ ഉദാഹരണങ്ങളായിട്ട് എക്സാമ്പിൾസ് നമുക്ക് ജീവിത ചരിത്രങ്ങൾ കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൈതന്യ ചരിതാമൃതത്തിൽ പോകുമ്പം അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡി പോലെയാണ്. ഇന്ന രസങ്ങൾക്ക് ഇന്ന ശ്ലോകങ്ങളിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞ് എങ്ങനെയാണ് പോസ്റ്റ് ഗ്രാജുവേഷനിൽ എന്താ ചെയ്യുന്നത്? ട്രീറ്റീസ് പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രീറ്റീസ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് കോട്ട് ചെയ്യും. പക്ഷേ ചൈതന്യ ചരിതാമൃതത്തിൽ കോട്ട് ചെയ്യുന്ന ഒറ്റ ശ്ലോകം ഒറ്റ പുസ്തകമാണ് ഭാഗവതം. എല്ലാ ഭാഗവതത്തിലെ വേഴ്സ് നമ്മൾ ചൈതന്യ ചരിതാമൃതം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചൈതന്യ ചരിതാമൃതത്തിൽ ബേസിക്കലി ഭാഗവതത്തിൻ്റെ ഒരു പ്രസൻറ്റേഷൻ തന്നെയാണ്. എങ്ങനെയാണ് ഭഗവാൻ തന്നെ ഭക്തനായിട്ട് വന്ന് ഭഗവാന്റെ ചരിത്രമാണ് ഇവിടെ പറയുന്നത്. എന്നാൽ പക്ഷേ ഡിസ്കഷൻ എല്ലാം നടക്കുന്നത് ഭാഗവതത്തെക്കുറിച്ചാണ്. അതാണ് അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചൈതന്യ ചരിതാമൃതമായിട്ട് മാറുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭു. ഈ ഭഗവത്ഗീത +2 എന്നാണോ പറഞ്ഞ SSLC ആണോ പറഞ്ഞു? ഏകദേശം എടുക്കുമ്പോ +2 പറഞ്ഞു അവര്. +2 പറയാം. പക്ഷേ SSLC ആണ് ബേസിക്കലി. എൻട്രൻസ് മാത്രമാണ് ഭഗവത്ഗീത. ആക്ച്വലി നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഭഗവത്ഗീത എൻട്രൻസ് എന്ന് പറയുമ്പം എത്രമാത്രം നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനുണ്ടെന്ന് ആലോചിക്കുക. ഓക്കെ, ജസ്റ്റ് 700 ശ്ലോകങ്ങളല്ലേ ഉള്ളൂ. അതാണ് അതിൽ പക്ഷേ നമുക്ക് അതിനെക്കാട്ടിലും നമുക്ക് ആക്ച്വലി ഭഗവത്ഗീതയെക്കാട്ടിലും നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് പിന്നെ ഉദ്ധവഗീതയിലോട്ട് പോകാം. പക്ഷേ ഭഗവത്ഗീത എന്തുകൊണ്ട് ഇത്രയും പ്രിയപ്പെട്ടതാവുന്നു എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യർ തന്നെ അതിന് എന്തോ ശങ്കരാചാര്യ അതല്ലെങ്കിൽ ശിവൻ തന്നെ അതിനെ സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന്, അതുകൊണ്ട് നമുക്ക് ആചാര്യന്മാരെ പിന്തുടരാം. രണ്ടാമത്തേത് തന്നെ ബേസിക്കലി എന്നൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ ഒരു ഗൃഹസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ ഏറ്റവും വിഷമം ഏറിയ ഘട്ടത്തിൽ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത സംഭവമാണ്. ഉദ്ധവഗീതയാണെങ്കിൽ ഭഗവാൻ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുമ്പം മരിക്കുന്നതിന് മുമ്പ് ഉള്ള ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ വ്യത്യാസമുണ്ട്. ഉദ്ധവഗീത കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഭഗവത്ഗീത വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ആ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മുടെ എല്ലാ ലൈഫിലെ ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ്. നമുക്ക് എന്ത് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഭഗവത്ഗീത എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് അതിൽ നിന്ന് സാന്ത്വനം കിട്ടും. കാരണം അതാണ് അതിൻ്റെ അമൃതം എന്ന് പറയുന്നത്. ഭഗവാനല്ലേ തരുന്നത്. ഇത്രയും സമർത്ഥ്യമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? അത് നമ്മൾ ഭഗവാനെ സറണ്ടർ ചെയ്ത് ഗുരുശിഷ്യ പരമ്പരയിൽ വന്നിച്ച് നമ്മൾ ഭഗവത്ഗീത വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ചൈത്യഗുരുവായിട്ട് ഭഗവാൻ നമ്മുടെ വിഷമഘട്ടത്തിലുള്ള സിറ്റുവേഷനായിട്ട് ഹുക്ക് ചെയ്ത് നമ്മളെ വിടും. അങ്ങനെ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടുകയും ചെയ്യും. അതാണ് ഭഗവത്ഗീതയുടെ പ്രത്യേകത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ഇനി ഞാൻ ഇതിന് മുമ്പുള്ള ഒരു 2-3 ശ്ലോകങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലോട്ട് ഒരു ശ്ലോകത്തിലോട്ട് വയ്ക്കാം. ഭഗവാന് നമുക്കെല്ലാവർക്കും അറിയാം വ്യാസദേവനാണ് ഈ എല്ലാ ശ്ലോകങ്ങളും. ഈ നാരദൻ്റെ സംവാദം വ്യാസദേവൻ്റെ അടുത്ത് നടക്കാനുള്ള കാരണമാണ് പറയുന്നത്. അപ്പം നാരദനെ ഒരു വ്യാസദേവൻ എല്ലാ പുസ്തകങ്ങളും സ്ക്രിപ്റ്റേഴ്സും എഴുതി, മഹാഭാരതവും എഴുതി. അതായത് ധർമാർത്ഥ കാമ മോക്ഷം ഇതെല്ലാം കാണിച്ച് നമ്മൾ എന്താ പറയണേ 5ാമത്തെ വേദം എന്ന് പറയുന്ന മഹാഭാരതം എഴുതിയിരിക്കുകയാണ്. എന്നാലും പുള്ളിക്കാരൻ്റെ മനസ്സിലൊരു ഒരു വിഷമകൻ വന്നു. അത് നാരദൻ
അപ്പം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നാരദൻ വന്ന് ചോദിക്കുന്നുണ്ട് വ്യാസദേവൻ്റെ അടുത്ത്, അല്ല വ്യാസദേവ, നീ എല്ലാം എഴുതി കഴിഞ്ഞല്ലോ, നിനക്ക് വല്ല സമാധാനമായി കാണുമല്ലോ മനസ്സിന് എന്ന് ഒരു സർക്കാസ്റ്റിക്കലി ചോദിക്കുന്നുണ്ട്. അപ്പം വ്യാസദേവൻ അതിനു മുമ്പ് തന്നെ മനസ്സിൽ ചിന്തിച്ചെടുത്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ വിഷമം വരുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല, ഭഗവാന്റെ എല്ലാ കാരണങ്ങളും ഞാൻ വർണ്ണിച്ചല്ലോ, എന്നിട്ടെന്താ ഇതിങ്ങനെ വിഷമം. പിന്നെ മനസ്സിന്റെ കോർണറിൽ ഒരു ചുമന്നു, ചിലപ്പം ഞാൻ വർണ്ണിച്ചതിനിടയിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇത് കയറി വന്നു, അതുകൊണ്ടാണോ എന്ന് സംശയിച്ചിരിക്കുന്ന സമയത്താണ് നാരദൻ വന്നിട്ട് ഇങ്ങനെ സർക്കാസ്റ്റിക് ചോദിക്കുന്നത്. അപ്പം ഭഗവാന്റെ എന്തോ ഞാൻ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലായതോടുകൂടി ഡിസൈപ്പിൾ നാരദൻ ഗുരുവിൻ്റെ അടുത്ത് സാഷ്ടാംഗം നമിക്കുകയും ഈ എൻക്വയറി സബ്മിസീവ്ലി എൻക്വയറിയും ചെയ്തു. അപ്പോഴാണ് നാരദൻ പറയുന്നത്, ഭവതാനുദിത പ്രായം യശോ ഭഗവതോ അമലം. അതായത് ഭഗവാന്റെ സ്പോട്ട്ലെസ് ആയിട്ടുള്ള ഭഗവാനെ കുറിച്ച് ഏനൈവ ന തുഷ്യേത, അങ്ങ് ഭഗവാനെ കുറിച്ച് മാത്രമായിട്ട് പറഞ്ഞില്ല, തുഷ്യേത പ്രീതിപ്പെടുത്താനുള്ള രീതിയിൽ പറഞ്ഞതില്ലേ, ഇതാണ് എൻ്റെ അഭിപ്രായം, മന്യേത ദർശനം ഖിലം. ഇപ്പൊ നാരദൻ പറഞ്ഞത്, യു ഹാവ് നോട്ട് ആക്ച്വലി ബ്രോഡ്കാസ്റ്റഡ് ദി സബ്ലൈം ആൻഡ് ദി സ്പോട്ട്ലെസ് ഗ്ലോറീസ് ഓഫ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. എന്നിട്ട് പറഞ്ഞ അടുത്ത വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ്, ദാറ്റ് ഫിലോസഫി which does not satisfy the transcendental senses of the Lord is considered worthless. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. അത് ഒന്നുകൂടെ ഞാൻ പറയാം, ദാറ്റ് ഫിലോസഫി which does not satisfy the transcendental senses of the supreme personality of Godhead is worthless. അതായത് ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ, ദിവ്യമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ എന്ത് ഫിലോസഫിയും വർത്തലസ് ആണ്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞത്, ഭഗവാന്റെ ഗുണഗണങ്ങളെ നീ പ്രോപ്പർലി വർണ്ണിച്ചിട്ടില്ല എന്ന് ആരടുത്ത് പറയണ്? ഈ 18 പുരാണങ്ങളും 108 ഉപനിഷത്തുകളും ഭാഗവതവും വേദങ്ങളും വ്യസിച്ച ഇതെല്ലാം ചെയ്ത ആളുടെ അടുത്ത് പറയുകയാണ്. ഒന്നാലോചിച്ചൊക്കെ. പിന്നെ വേദാന്ത സൂത്രം എഴുതിയ ആളുടെ അടുത്തും പറയുകയാണ്. ഇങ്ങനെയുള്ള വേദാന്ത സൂത്രം എഴുതിയിട്ടില്ല ഇതുവരെ, അല്ല വേദാന്ത സൂത്രം എഴുതി കഴിഞ്ഞു. എന്നിട്ട് അങ്ങനെയുള്ള ആളുടെ അടുത്താണ് വേദാന്ത സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദത്തിന്റെ അന്ത്യം, അതായത് കൺക്ലൂഷൻ ഓഫ് വേദം, അതിൻ്റെ സൂത്രങ്ങളായിട്ട് ഇക്വേഷൻസ് ആയിട്ട് ഇവർ തന്നു. ഇങ്ങനെയുള്ള ആളുടെ അടുത്താണ് നാരദൻ ഇത് പറയുന്നത്. അപ്പം ഇത് കേട്ടതോടുകൂടി നാരദർക്ക് മനസ്സിലായി. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ ഫിലോസഫി, പല ഫിലോസഫീസും നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ നാരദൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഏത് ഫിലോസഫി ദിവ്യമായിട്ടുള്ള ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്നോ ആ ഫിലോസഫിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംതൃപ്തിപ്പെടുത്താത്ത ഫിലോസഫി വെറും ചവട്ടുകുരയിൽ ഇടാൻ പറ്റുന്നതാണ്. ഇതേപോലെ തന്നെ നാരദന്റെ അടുത്തൊരു വേഴ്സ് ഉണ്ട്, അതാ 1:5-10 വളരെ നല്ലൊരു വേഴ്സാണ്. നയത്വചിത്രപദം ഹരേരിഷു ജഗത് പവിത്രം പ്രഗൃണീത കർഷൈചി തദ്വായസം തീർത്ഥം ഉശന്തി മാനസ നായത്ര ഹംസ നിരമന്തി ഉശിക്ഷയാ. അതായത് ഈ 1:5-10 അത് ആർക്ക് ഇനി ഒന്ന് മലയാളത്തിൽ വായിക്കാമോ? അതിൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ ആദ്യം ഇംഗ്ലീഷ് വായിക്കാം, അപ്പോഴത്തേക്ക് 1:5-10. Those words which do not describe the glories of the Supreme Lord, who alone can sanctify the atmosphere of the whole universe, are considered by saintly person to be unto the place of pilgrimage of cross, since the all perfect persons are inhabitants of the transcendental abode, they do not derive any pleasure there. അതായത് ആർക്ക് ഒരു മാതാജി ഏതെങ്കിലും ഒന്ന് മലയാളത്തിൽ വായിക്കോ? 1:5-10 ട്രാൻസ്ലേഷൻ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിവർത്തനം. ശ്രീല പ്രഭാത് കി ജയ്. സമ്പൂർണ്ണ പ്രപഞ്ച അന്തരീക്ഷത്തെയും ഏകാഗിയായി പരിശുദ്ധ
മാക്കാൻ കഴിവുള്ള പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ മാഹാത്മ്യങ്ങളെ വർണ്ണിക്കാത്ത പദകോശങ്ങളെ ദിവ്യ വ്യക്തികൾ കാക്കകളുടെ തീർത്ഥാടന സ്ഥലമായി കരുതുന്നു. അത് നിമിത്തം അതീന്ദ്രിയ ധാമവാസികളായ സർവശ്രേഷ്ഠ വ്യക്തികൾക്ക് അവിടെ യാതൊരു ആനന്ദവും ലഭിക്കുന്നില്ല. ഹരേ കൃഷ്ണ. അതിലെ അടുത്ത ശ്ലോകം കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അടുത്ത ശ്ലോകവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ജസ്റ്റ് പറയാം. തദ്വാ വിസർഗോ ജനതാക വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവതി അപി നാമാനി അനന്തസ്യ യശോ അൻകിതാനി യത് ശൃണ്വന്തി ഗായന്തി ഗണന്തി സാധവ. ശൃണ്വന്തി ഗായന്തി ഗണന്തി സാധവ. ട്രാൻസ്ലേഷൻ മാതാജി ഒന്ന് വായിക്കാം. വിവർത്തന ശ്രീല പ്രഭാത് കീജയ്. അനന്തപരമ ഭഗവാന്റെ നാമം, യശസ്, രൂപങ്ങൾ, ലീലകൾ തുടങ്ങിയ അതീന്ദ്രിയ മഹാത്മ്യങ്ങളുടെ വിശദ വർണ്ണനകളാൽ സമ്പൂർണമായ ആ സാഹിത്യം ഒരു നവീന സൃഷ്ടിയാകുന്നു. മാത്രവുമല്ല, ഈ ലോകത്തിലെ മാർഗഭ്രംശം സംഭവിച്ച ഈശ്വരഭക്തിയില്ലാത്ത പ്രാണങ്ങളിൽ അതീന്ദ്രിയ പദകോശങ്ങളാൽ സമർത്ഥമായ ആ നൂതന സൃഷ്ടി വിപ്ലവകരമായ സമൂല പരിവർത്തനം നടപ്പിൽ വരുത്തി നേരായ മാർഗത്തിൽ നയിക്കുന്നു. അത്തരം അതീന്ദ്രിയ സാഹിത്യങ്ങൾ അപൂർണമായി രചിക്കപ്പെട്ടവയാണെങ്കിലും പൂർണമായും നിഷ്കാപട്യകരമായ പരിശുദ്ധാത്മാക്കൾ അവയെ ശ്രവിക്കുകയും ആലപിക്കുകയും സ്വീകരിച്ച് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരി ബോൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് അവസാനം പറയുന്നത്. സച്ച് ട്രാൻസെൻഡന്റൽ ലിറ്ററേച്ചേഴ്സ് ഈവൻ ദോ imperfectly composed are heard, sung and accepted by purified men who are thoroughly honest. thoroughly honest ആയിട്ടുള്ള ആൾ, അതായത് കപടം ആയിട്ടുള്ള മനസ്സ് ഉള്ള ആൾക്കാരല്ല, വെറും ശുദ്ധമായിട്ടുള്ള മനസ്സുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ലിറ്ററേച്ചറാണ് ഇഷ്ടം. ഭഗവാന്റെ ട്രാൻസ്ജെൻഡൽ ആയിട്ടുള്ള സെൻസസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലിറ്ററേച്ചർ. അതിൽ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സ് കാണാം. അത് താളത്തിലായിരിക്കത്തില്ല, ലയത്തിലായിരിക്കില്ല പാടുന്നത്. പക്ഷേ അത് ഭഗവാനെ കുറിച്ച് പറയുന്നത് കാരണവും ഭഗവാന്റെ മഹിമയെക്കുറിച്ച് പറയുന്നതാണ്. ഭഗവാന്റെ രൂപം, ഗുണം, പ്രവൃത്തി ഇതെല്ലാം പറയുന്നത് കൊണ്ട് തന്നെ ഭഗവാൻ എങ്ങനെയാണോ സ്വാൻസിന്റെ എന്താ പറയാ പിൽഗ്രിമേജ് പ്ലേസ്, അതുപോലെ ആയിരിക്കും ഡിവോട്ടീസിന് ഭഗവാന്റെ ലിറ്ററേച്ചറിനെ കുറിച്ചും ഉള്ള താല്പര്യം. എങ്ങനെയാണോ സ്വാന് അല്ലെ അന്നപക്ഷി എങ്ങനെയാണോ പാലിൽ കലർന്നിരിക്കുന്ന വെള്ളം എടുക്കാതെ പാല് മാത്രം എടുക്കാൻ പറ്റുന്നത്, അതേപോലെ അബദ്ധവതിയാണെങ്കിലും അബദ്ധത്തിൽ രചിച്ചതാണെങ്കിലും ഫുള്ള് ട്രാൻസ്ലേറ്റ് മിസ്റ്റേക്സ് ആണെങ്കിലും ഭഗവാന്റെ ഗുണം, ലീല, വർണ്ണനകളാണ് ഉള്ളതെങ്കിൽ അത് മാത്രം സ്വീകരിച്ച് അതിൽ വളരെയധികം എൻജോയ് ചെയ്യും. എന്നാൽ നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ഭഗവാനെ കുറിച്ച് പറയാത്ത ലിറ്ററേച്ചേഴ്സ് ആണെങ്കിൽ കാക്കകളുടെ പിൽഗ്രിമേജ് എന്നാണ് പറയുന്നത്. കാക്കകളുടെ പിൽഗ്രിമേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കാക്കകൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് എന്തായിരിക്കും? കച്ചട കൂമ്പാരങ്ങളായിരിക്കും. എവിടെയാണോ കച്ചടകൾ വലിച്ചെറിയുന്നത്, നമുക്കറിയാം കേരളത്തിലെ കുറച്ച് ഇടയ്ക്ക് പ്രൊഫഷൻ ഉണ്ടായിരുന്ന കച്ചടകൾ കളയാനുള്ള പ്രശ്നമല്ലേ. അപ്പോൾ എല്ലാം കാക്കകൾ വന്ന് ഇരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. എവിടെയെല്ലാം ഇട്ടോ അവിടെ എല്ലാം വരുമായിരുന്നു. അപ്പം അതുപോലുള്ള സ്ഥലം ആ കച്ചടകളിലെ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. എന്തിനെ? ഭഗവാന്റെ ഗുണം, രൂപം, വർണ്ണന ഇല്ലാത്ത, ലീലകൾ വർണ്ണിക്കാത്ത ലിറ്ററേച്ചേഴ്സിനെ. അത് ഒരിക്കലും ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തത്തില്ല. അപ്പം ഈ കാക്കകളുടെ പിൽഗ്രിമേജ് എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് പ്രാക്ടിക്കലി ചിന്തിച്ചാൽ എന്താണ്? ആർക്കെങ്കിലും കുറച്ച് എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? എല്ലാ ദിവസവും രാവിലെ വായിക്കുന്നത് പത്രവാർത്തകള്. വാർത്തകൾ. പത്രവാർത്തകൾ ഭഗവാനെ കുറിച്ചുള്ളതാണോ? എന്തെങ്കിലും കാണാറുണ്ടോ അതിനകത്ത്? ഒരിക്കലും അല്ല. അപ്പൊ അതാണ് നമുക്ക് എല്ലാവർക്കും വേണം, അത്യാവശ്യമാണ്. ഇന്നത്തെ ന്യൂസ്, ഹോട്ട് ന്യൂസ്, ടി വി വെച്ച് കഴിഞ്ഞാൽ കേടുന്ന ബ്രേക്കിംഗ് ന്യൂസ്,
ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുന്ന ന്യൂസ് എന്തെന്ന് ന്യൂസ് പൊട്ടിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ കേൾക്കുന്നത്? പൊട്ടിക്കുന്ന ന്യൂസ് കേൾക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പൊട്ടുന്ന ന്യൂസ് കേൾക്കേണ്ട ആവശ്യമുണ്ട്. ഈ പക്ഷെ എന്നാലും നമ്മൾ അതിൻ്റെ അടുത്ത് ഗ്ലൂഡാണ്. നമുക്ക് ആ സമയം ഇപ്പം സ്മരിച്ച് വേറെ പലതുമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതേപോലെ തന്നെ വേറെ വേറെ ഒരു എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇൻട്രസ്റ്റ് ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കലി ആയിട്ടുള്ളത് എന്തിനെ കുറിച്ചുള്ള ലിറ്ററേച്ചേഴ്സ് അല്ലെങ്കിൽ ന്യൂസ് ആയിരിക്കും താല്പര്യം വരുന്നത്? ശബരിമല സ്വർണം. പൊളിറ്റിക്സ്. ശബരിമല, സ്വർണം, പൊളിറ്റിക്സ്, ഇതൊന്ന്. പക്ഷെ അതിനെക്കാട്ടിലും ഫിലിം സ്റ്റാർസിന്റെ അതാണ് ഫിലിം സ്റ്റാർസ് ആണ്. അതിന് പൊളിറ്റിക്സിനെക്കാളും കൂടുതൽ വരുന്നത് ഫിലിം സ്റ്റാർസ്, സ്പോർട്സ് പീപ്പിള്. ഇപ്പം ആരെയും ഉദ്ദേശിച്ചൊന്നുമല്ല പറയണത്, എന്നാലും സിനിമാ നടന്മാരെ ഭഗവാനെ പോലെ കരുതുന്ന നാടാണ്. പല നടിമാർക്കും വേണ്ടിയിട്ട്, ഇപ്പൊ ഖുശ്ബുവിനായാലും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അമ്പലം വരെ, അമിതാഭ് ബച്ചന് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് അമ്പലം വരെ വെച്ചു കൊടുക്കുന്ന ആൾക്കാർ. ക്രിക്കറ്റിലെ ആൾക്കാർക്കാണെങ്കിൽ ക്രിക്കറ്റിന്റെ ഭഗവാൻ എന്നുള്ള ടൈറ്റിൽ വരെ കൊടുക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ, അവരെക്കുറിച്ച് കേൾക്കുക, അവരെക്കുറിച്ച് വർണ്ണിക്കുക, ഇതൊക്കെയാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത്. പത്രം അല്ലെങ്കിൽ ന്യൂസ്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ ഒരു മൊബൈൽ ഫോണിൽ എടുത്തിട്ട് എന്തായിരിക്കും, ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്ക്രീൻ, ഇങ്ങനെ കൈ വെക്കുന്ന റീൽസ്. നമുക്ക് ചുമ്മാ ഒരു എക്സസൈസ് ചെയ്യാൻ എല്ലാവരും പറയാനുണ്ട് എക്സസൈസ് ചെയ്യണമെന്ന്, അതുകൊണ്ട് നമ്മൾ വിരലിന് മാത്രം എക്സസൈസ് കൊടുക്കും. പക്ഷെ വിരലിന് മാത്രം എക്സസൈസ് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ശരിക്കും ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ശരിക്കും ശരീരത്തിനാണ് കൊടുക്കേണ്ട എക്സസൈസ്, ഇല്ല വിരലിന് മാത്രം ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് കാര്യമില്ല. അത് ആക്ച്വലി നമ്മുടെ മനസ്സും കൂടെ ഇല്ലാതാക്കത്തേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഭാഗവതം പറയുന്നത്. നമ്മുടെ എന്താ പറയണ വചസ്, ചിത്രപദം, അതായത് വചസ് എന്ന് പറഞ്ഞാൽ വൊക്കാബുലറി, ചിത്രപദം എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ എന്താ പറയണ, അത് ഭഗവാനെ കുറിച്ചുള്ളതായിരിക്കണം. ഭഗവാനെ വർണ്ണിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, പിൽഗ്രിമേജ് ഫോർ ക്രോസ് എന്നുള്ളതിന് തദ്വായസം തീർത്ഥം ഉശന്തി മാനസ. അതായത് തദ്വായസം തീർത്ഥം, വായസം എന്ന് വെച്ചാൽ ക്രോസ്, തീർത്ഥം, തീർത്ഥം, വായസം തീർത്ഥമാവുന്നത് മാത്രമേ ഉള്ളൂ. അതായത് ക്രോസിൻ്റെ പിൽഗ്രിമേജാണ് എത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒറേറ്റർഷിപ്പ് ആയാലും, എത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൊക്കാബുലറി ഉള്ള പത്രകൂട്ടങ്ങളാണെങ്കിലും, നമുക്ക് കേരളത്തിലുള്ള ആൾക്കാരാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇപ്പം എന്താ പറയണ ശശി തരൂർ എന്ന് പറഞ്ഞ അയാൾ ഇംഗ്ലീഷിൽ കുറേ വൊക്കാബുലറി അറിയും. പുള്ളിക്കാരൻ ഇംഗ്ലീഷ് പറയണത് കേട്ടിട്ട് പലരും ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം അതൊക്കെ നല്ല കടിച്ച പൊട്ടാത്ത വേർഡ്സ് ഒക്കെ പറയും. അതുപോലെ സിനിമയിലാണെങ്കിൽ രഞ്ജിത്ത് പണിക്കറിൻ്റെയൊക്കെ സിനിമ ഇറങ്ങിയ സമയത്ത് കിങ് ആയാലും കമ്മീഷണർ ആയാലും കടിച്ച പൊട്ടാത്ത വേർഡ്സ് ഒക്കെ ആയിരുന്നു ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് ആൾക്കാർക്ക് എല്ലാം അതൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള എല്ലാം നമുക്ക് എല്ലാത്തിൻ്റെ അടുത്തും ഇഷ്ടമുണ്ട്. ഭഗവാന്റെ ഒരു കാര്യം പറയുമ്പം മാത്രം നമുക്ക് ഇഷ്ടമില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ പറഞ്ഞാൽ മാത്രം നമുക്ക് ടൈമില്ല. നമുക്ക് ടൈമുള്ളത് ബാക്കി എല്ലാത്തിനും ഉണ്ട്. അപ്പം അതാണ് നമ്മുടെ ഭാഗവതം തന്നെ സർട്ടിഫൈ ചെയ്യുന്നു. വായസം തീർത്ഥം എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പം വായസം തീർത്ഥമാണ് ലിറ്ററേച്ചേഴ്സ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എങ്കിൽ ഇവിടെ പറയുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന വായസം അല്ലെങ്കിൽ കാക്കകൾ എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. അപ്പം നമ്മൾ തന്നെ ചിന്തിക്കണം, ഈ പറയുന്നത് പോലെ ഭാഗവതം സർട്ടിഫൈ ചെയ്യുന്ന പോലെ വായസമാകുന്നു അതോ സ്വാനാകുന്നോ എന്നുള്ളത്. ഇത് നമ്മുടെ കയ്യിലുള്ള എന്താ പറയണ ഫ്രീ വില്ലാണ്, നമ്മൾ എന്താവണം എന്നുള്ളത്. അല്ലാതെ നമ്മൾ ഭഗവാന്റെ വിമുഖമായിട്ടുള്ള സ്ക്രിപ്റ്റേഴ്സ് വായിക്കുക. ഉദാഹരണത്തിന് ഇപ്പം ഈ സ്പിരിച്വൽ സർക്കിളിൽ പോലും മനുസംഹിതയെ ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ 2 വർഷം മുമ്പ് ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നു. മനുസംഹിതയൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, മനുസംഹിതയൊക്കെ കോട്ട് ചെയ്യാൻ പാടില്ല, സംഹിതയെ തന്നെ കളയണം. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം അധപ്പതിച്ച് പോയിട്ടുണ്ട് നമ്മുടെ കലിയുഗം എന്നുള്ളത്. മനുവിൻ്റെ മനു ആണ് നമ്മുടെ പാട്രിയാക്ക്, നമ്മുടെ നേതാവ്. എങ്ങനെയാണ് മനുഷ്യജീവിതം ജീവിക്കേണ്ടതെന്നുള്ള നിയമ സംഹിതയാണ് മനുസംഹിത. അതിനെ പോലും തള്ളി പറഞ്ഞുകൊണ്ടും അതിനെ കുറ്റം കണ്ടുപിടിക്കാനും നമ്മൾ മുതിർന്നിരിക്കുന്നു. ഇതിൽ കൂടുതൽ നമുക്ക് എന്താ പറയണേ, നമുക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല,
അല്ല, നമുക്ക് മനസ്സിലാക്കാൻ അത് ആ മനുസമ്മതയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവാൻ ഉള്ള ബുദ്ധി പോലും നമുക്കില്ല. എന്നാലും നമ്മൾ അതിനെ കുറ്റപ്പെടുത്താനിരിക്കുകയാണ്. ഒന്നാലോചിക്കുക, ഇതാണ് നമ്മുടെ കലികാലത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് എനിക്ക് ഒരു റിക്വസ്റ്റ്, ഈ 2 ശ്ലോകം എടുക്കുന്നതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഇന്ന് തൊട്ടെങ്കിലും നമ്മൾ ഭക്തന്മാരായിട്ട് എന്ന് പറയുന്ന നമ്മളെങ്കിലും ഭഗവാന്റെ അടുത്തുള്ള അല്ലെങ്കിൽ ഭഗവാന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്ന ലിറ്ററേച്ചേഴ്സ് അല്ലെങ്കിൽ ന്യൂസ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇതൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം വേറെ എന്തെങ്കിലും നമ്മൾ സിനിമയുടെയോ സ്പോർട്സ് പേഴ്സൻ്റെയോ പൊളിറ്റിക്സോ ഇതൊക്കെ കേട്ടിട്ട് എന്ത് പറ്റി മാതാജി, എന്ത് പറ്റി പ്രഭുജി, ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഈ ഭാഗവത്തിൽ പറഞ്ഞ വായസം തീർത്ഥം, ആ വായസം തീർത്ഥം ഓർത്തിരിക്കണം. അതിൽ ആ വായസം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്, വേറെ ആരും അല്ല എന്നുള്ളത് ഒരു 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 അലാറം പോലെ നമ്മുടെ മനസ്സിൽ മുഴങ്ങണം എന്നുള്ള ഒരു ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഞാൻ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഭക്തിയുത സേവനം ഇംപെർഫെക്റ്റ് അല്ലാതെയും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ക്ലിങ് ചെയ്യുന്ന ഭക്തിയുത സേവനം അല്ലാതെയും ആക്കാൻ നമുക്ക് പറ്റും. അതായത് ശുദ്ധമായിട്ടുള്ള ഭക്തിയുത സേവനം ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്നും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ മാറ്റണം. ഈ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പം വളരെ ഗ്രോസ് ആയിട്ടുള്ളതാണ്, ഈ പൈസ, പദവി, ഇതൊക്കെ. പക്ഷെ എന്നാൽ എത്ര വലിയ ഭക്തനാണെങ്കിലും നമ്മൾ വേറെ ഒന്നും ശ്രമിക്കുന്നില്ലെങ്കിലും മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് നമ്മൾ മറ്റുള്ള ഗോസിപ്പായാലും വേറൊരു ഡിവോട്ടിയെക്കുറിച്ചുള്ള കുറ്റമായാലും ഇത് കേൾക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ അതും ഒരു ഭൗതികമായിട്ടുള്ള ആഗ്രഹം തന്നെയാണ്. അപ്പം നമ്മൾക്ക് വായസം ആകാതെയും ഭഗവാൻ പറഞ്ഞ പോലെ ഭഗവാന്റെ അടുത്തുള്ള പ്രീതി വർദ്ധിപ്പിക്കുകയും നമ്മൾ ചെയ്യണം. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകാനുള്ള അവസരം നമുക്ക് ഭഗവാൻ തന്നെ തരികയും ചെയ്യും. ഓക്കെ, ഹരേ കൃഷ്ണ. ഞാൻ ഇന്ന് വെച്ച് നിർത്താം.